രാമായണത്തിലെ രാവണന്റെ പത്നിയാണ് ആര്? മണ്ഡോദരി. മണ്ഡോദരിക്ക് രാമായണം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പാതിവൃത്യത്തിൻ്റെ മകുടോദാഹരണമായിട്ടാണ് രാമായണം മണ്ഡോദരിയെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ പഞ്ചമഹാരത്നങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീരത്നമാണ് ആര്? മണ്ഡോദരി. മണ്ഡോദരി എന്ന് പറയുമ്പോൾ ഒരുപാട് നന്മകളുടെ ഉറവിടമാണ് മണ്ഡോദരി. രാവണൻ ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്തെങ്കിലും രാവണ പത്നിയായ മണ്ഡോദരി രാവണനെ തെറ്റിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവരാൻ പല തവണ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മണ്ഡോദരിയുടെ വാക്കുകളൊന്നും രാവണൻ ചെവിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ തൻ്റെ പുത്രന്മാരായ അക്ഷയകുമാരനെയും മേഘനാഥനെയും പലതവണ അവരെ ഉപദേശിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ, യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ പലതവണ മണ്ഡോദരി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുത്രന്മാർ മണ്ഡോദരിയുടെ വാക്കുകൾ, തങ്ങളുടെ അമ്മയുടെ വാക്കുകൾ അവർ ചെവിക്കൊള്ളുന്നില്ല. അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്യുകയും മരണത്തെ വരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സീതാദേവിയെ രാവണൻ അപഹരിച്ച സമയത്തും സീതാദേവിയെ രാമനെ തിരിച്ചേൽപ്പിച്ച് രാവനോട് മാപ്പ് പറയണം എന്ന് മണ്ഡോദരി പല തവണ രാവണനോട് പറയുന്നുണ്ട്. പക്ഷേ രാവണൻ ഒന്നും ചെവിക്കൊള്ളുന്നില്ല. രാവണന്റെ അഹങ്കാരം ഇതൊന്നും ചെവിക്കൊള്ളുവാൻ രാവണനെ അനുവദിക്കുന്നില്ല. അതിന് പ്രകാരം രാവണനോട് ഏറ്റുമുട്ടുകയും രാവണൻ മരണം വരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ മണ്ഡോദരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ഡോദരി പാതിവൃത്യത്തിൻ്റെ മകുടോദാഹരണമാണ്. തൻ്റെ ഭർത്താവ് ദുഷ്കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ചെങ്കിലും സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് വന്നെങ്കിൽ കൂടി മണ്ഡോദരി തൻ്റെ പതിയോടുള്ള പതിഭക്തിയിൽ മണ്ഡോദരി യാതൊരു കുറവും വരുത്തിയിട്ടില്ല. തൻ്റെ പതിയായ രാവണനെ പ്രാണനേക്കാൾ ഉപരി സ്നേഹിച്ചിരുന്ന ഒരു അമൂല്യ സ്ത്രീരത്നമായിരുന്നു ആര്? മണ്ഡോദരി എന്ന് രാമായണം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ സീതാദേവിയോടും വളരെ സ്നേഹപൂർവമായ ഇടപെടലാണ് മണ്ഡോദരി നടത്തുന്നത്. അതിനുപരിയായി മണ്ഡോദരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ഡോദരിയുടെ ശാപം സീതാദേവി കേൾക്കുന്നുണ്ട്. കാരണം പതിവൃതയായ സ്ത്രീയാണ് മണ്ഡോദരി. അവരുടെ ശാപം സീതാദേവി കേൾക്കുന്നുണ്ട്. അതിന് പ്രകാരം പിന്നീട് കാലാന്തരത്തിൽ രാമനെ പിരിയേണ്ടതായിട്ടൊക്കെ വരുന്നു. സീതാദേവിക്ക് രാമനെ പിരിയേണ്ടതായിട്ടൊക്കെ വരുന്നു. അത് വേറെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, പഞ്ചമഹാരത്നങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീരത്നമായിരുന്നു മണ്ഡോദരി. മണ്ഡോദരിയുടെ പ്രവൃത്തികൾ മുതൽ പ്രശംസനാതീതമാണ്.